Hi, I'm Shamir. Welcome back. Learn English through stories. Listening stories is a good way to learn English. This is not a wrong way to learn English. If you want to speak English, you have to practice. Unless you practice, you cannot speak English. I'm sure that this video will help you to learn English. ഈ കഥയുടെ തലക്കെട്ട് ദ ഓൾഡ് മാൻ ആൻഡ് ഹിസ് ക്രൂവൽ വൈഫ്. ഈ കഥയിൽ നിന്നും നിങ്ങൾക്ക് തീർച്ചയായും പുതിയ വാക്കുകളോ പുതിയ പ്രയോഗങ്ങളോ പഠിക്കാനായിട്ട് സാധിച്ചേക്കും. വൺസ് അപ്പോൺ എ ടൈം, പണ്ടൊരിക്കൽ, ഇൻ എ ബ്യൂട്ടിഫുൾ വില്ലേജ്, ഒരു മനോഹരമായ ഗ്രാമത്തിൽ, ദർ ലിവ്ഡ്, അവിടെ ജീവിച്ചിരുന്നു, എൻ ഓൾഡ് മാൻ, ഒരു പ്രായമുള്ള പുരുഷൻ. പണ്ടൊരിക്കൽ ഒരു മനോഹരമായ ഗ്രാമത്തിൽ ഒരു പ്രായമുള്ള പുരുഷൻ ജീവിച്ചിരുന്നു. ഹി വാസ് അൺഹാപ്പി, അദ്ദേഹം അസന്തുഷ്ടനായിരുന്നു. ഹിസ് വൈഫ് വാസ് ഓൾഡർ ദാൻ ഹിം, അദ്ദേഹത്തിൻ്റെ ഭാര്യ അദ്ദേഹത്തെക്കാൾ പ്രായമുള്ളവളായിരുന്നു. ഷീ ഹാഡ് എ ടെറിബിൾ ടെമ്പർ. ടെറിബിൾ എന്നാൽ ഭയങ്കരമായ, പേടിപ്പെടുത്തുന്ന, ഇതൊക്കെയാണ് അർത്ഥം. ടെമ്പർ എന്നാൽ പ്രകൃതം, ശീലം, ഇതൊക്കെയാണ് അർത്ഥം, മനോഭാവം. ഷീ ഹാഡ് എ ടെറിബിൾ ടെമ്പർ, അവൾക്ക് പേടിപ്പെടുത്തുന്ന അല്ലെങ്കിൽ ഭയാനകമായിട്ടുള്ള ഒരു മനോഭാവം ഉണ്ടായിരുന്നു. ഷീ ഓൾവേസ് ഷൗട്ടഡ് അറ്റ് ഹിം, അവൾ എപ്പോഴും അദ്ദേഹത്തിനോട് ആക്രോശിക്കുമായിരുന്നു, അദ്ദേഹത്തിന് നേർക്ക് ആക്രോശിക്കുമായിരുന്നു. ദിസ് മെയ്ഡ് ഹിസ് ഡേയ്സ് ക്വയറ്റ് മിസറബിൾ. മിസറബിൾ എന്നാൽ ദുഃഖാർത്ഥമായ, ദുരിതപൂർണമായ, ഇതൊക്കെയാണ് അർത്ഥം. ദിസ് മെയ്ഡ്, ഇത് ആക്കി മാറ്റി. എന്താണ് ഈ സംഭവം? ആ സ്ത്രീയുടെ, അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ ഭയങ്കരമായിട്ടുള്ള ദേഷ്യപ്പെടുന്ന സ്വഭാവം, അതെന്താണ്? മെയ്ഡ്, ആക്കി. ഹിസ് ഡേയ്സ്, അദ്ദേഹത്തിൻ്റെ ദിനങ്ങൾ. ക്വയറ്റ് മിസറബിൾ, എന്താണ്? തികച്ചും. മിസറബിൾ എന്നാൽ എന്താണ്? പരിതാപകരമായിട്ടുള്ളതാക്കി മാറ്റി. അദ്ദേഹത്തിൻ്റെ ദിവസങ്ങൾ അതെന്താണ്? തികച്ചും പരിതാപകരമായിട്ടുള്ളതാക്കി മാറ്റി. ദ പുവർ മാൻ ഹാഡ് ജസ്റ്റ് വൺ ഫ്രണ്ട്, അദ്ദേഹത്തിന് ഒരു സുഹൃത്ത് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ദ പുവർ മാൻ എന്നാൽ ആ പാവപ്പെട്ട പുരുഷന് എന്താണ്? ഹാഡ് ജസ്റ്റ് വൺ ഫ്രണ്ട്, ഒരു സുഹൃത്ത് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. എ സ്പാരോ, അതെന്തായിരുന്നു? ഒരു സ്പാരോ ആയിരുന്നു. സ്പാരോ എന്നാൽ കുരുവി, അല്ലെങ്കിൽ ഒരു തരം പക്ഷി, കുരുവിയെപ്പോലുള്ള പക്ഷി, ഇതൊക്കെയാണ് അർത്ഥം. ഒരു കുരുവി എന്താണ്? അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു, അത് മാത്രമായിരുന്നു ആ പാവപ്പെട്ട മനുഷ്യൻ്റെ സുഹൃത്ത്. ഹിസ് വൈഫ് വാസ് ക്രൂവൽ. ക്രൂവൽ എന്നാൽ ക്രൂരനായ എന്നുള്ള അർത്ഥമാണ്. കഠിന ഹൃദയനായ, ഇതൊക്കെയാണ് അർത്ഥം. ഹിസ് വൈഫ് വാസ് ക്രൂവൽ, അദ്ദേഹത്തിൻ്റെ ഭാര്യ കഠിന ഹൃദയമുള്ളവളായിരുന്നു. ആൻഡ് ഷീ മിസ്ട്രീറ്റഡ് ഈവൻ ദ ലിറ്റിൽ ബേർഡ്. മിസ്ട്രീറ്റ് എന്നാൽ അപായപ്പെടുത്തുക, തെറ്റായി പെരുമാറുക, ഇതൊക്കെയാണ് അർത്ഥം. ആൻഡ് ഷീ മിസ്ട്രീറ്റഡ്, അവൾ എന്താണ്? മോശമായിട്ട് പെരുമാറിയിരുന്നു. ഈവൻ ദ ലിറ്റിൽ ബേർഡ്, എന്താണ്? ചെറിയ പക്ഷികളോട് പോലും, ഈവൻ എന്നാൽ പോലും എന്നുള്ള അർത്ഥം. ആ ചെറിയ പക്ഷികളോട് പോലും അവൾ വളരെ മോശമായിട്ട് പെരുമാറിയിരുന്നു. വൺ ഡേ, ഒരു ദിവസം, വൈൽ ദ ഓൾഡ് മാൻ വാസ് എവേ ഇൻ ദ ഫീൽഡ്സ്. വൈൽ ദ ഓൾഡ് മാൻ വാസ് എവേ ഇൻ ദ ഫീൽഡ്സ്, എന്താണ്? അതേസമയം എന്താണ്? ആ പ്രായമായിട്ടുള്ള പുരുഷൻ ദൂരെയായിരുന്നു, വയലുകളിൽ ആയിരുന്നു. എന്താണ്? ദൂരെ വയലുകളിലായിരുന്നു. ഹിസ് വൈഫ് വാസ് ഡൂയിങ് ലോണ്ട്രി. ഡു ലോണ്ട്രി എന്നാൽ ടു വാഷ് ദ ഡേർട്ടി ക്ലോത്ത്സ് എന്നാണ് അർത്ഥം. അതായത് വൃത്തികേടായിട്ടുള്ള, മലിനമായിട്ടുള്ള വസ്ത്രങ്ങൾ അലക്കുക. ഹിസ് വൈഫ് വാസ് ഡൂയിങ് ലോണ്ട്രി, അദ്ദേഹത്തിൻ്റെ ഭാര്യ വസ്ത്രങ്ങൾ അലക്കുകയായിരുന്നു. അതേസമയം എന്താണ്? അദ്ദേഹം വയലുകളിലായിരുന്നു. ഷീ മെയ്ഡ് സം സ്വീറ്റ് പോറേജ് ആൻഡ് പുട്ട് ഇറ്റ് ഇൻ എ ബൗൾ ടു കൂൾ. ഷീ മെയ്ഡ്, അവൾ ഉണ്ടാക്കി, ആ സ്ത്രീ ഉണ്ടാക്കി, സം സ്വീറ്റ് പോറേജ്. പോറേജ് എന്നാൽ പായസം എന്നാണ് അർത്ഥം. മധുരമുള്ള കുറച്ച് പായസം ഉണ്ടാക്കി. പോറേജ്, കഞ്ഞി, പായസം, പാൽക്കഞ്ഞി, ഇതൊക്കെയാണ് അർത്ഥം. ആൻഡ് പുട്ട് ഇറ്റ് ഇൻ എ ബൗൾ ടു കൂൾ, അത് തണുക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു വച്ചു. ദ പെറ്റ് സ്പാരോ ഹാപ്പിലി എയ്റ്റ് ഓൾ ദ പോറേജ്. ദ പെറ്റ് സ്പാരോ, ആ വളർത്തു പക്ഷിയായിട്ടുള്ള കുരുവി, വളർത്തുകുരുവി, ഹാപ്പിലി, സന്തോഷത്തോടെ, എയ്റ്റ്, ഭക്ഷിച്ചു, ആഹരിച്ചു, ഓൾ ദ പോറേജ്, ആ കഞ്ഞി, പായസം മുഴുവനായിട്ടും, ആ
കുരുവി കഴിച്ചു. ദ ഓൾഡ് വുമൺ ഷൗട്ടഡ് അറ്റ് ദ സ്പാരോ. ദ ഓൾഡ് വുമൺ, ആ പ്രായമായ സ്ത്രീ, ഷൗട്ടഡ്, ആക്രോശിച്ചു, അറ്റ് ദ സ്പാരോ, എന്താണ്, ആ കുരുവിയോട് ആക്രോശിച്ചു. ഹൗ ഡയർ യു ഈറ്റ് മൈ പോറേജ്. എൻ്റെ പായസം കുടിക്കാൻ നിനക്ക് എങ്ങനെ ധൈര്യം വന്നു. ഹൗ ഡയർ യു എന്നാൽ നിനക്ക് എങ്ങനെ ധൈര്യം വന്നു എന്നാണ് അർത്ഥം. ഐ വിൽ ടീച്ച് യു എ ലെസൺ. ഞാൻ നിന്നെ ഒരു പാഠം പഠിപ്പിക്കും. ഷീ കട്ട് ഓഫ് ദ ടിപ്പ് ഓഫ് ദ ബേർഡ്സ് ടങ് വിത്ത് സീസേഴ്സ്. ഷീ കട്ട് ഓഫ്, കട്ട് ഓഫ് എന്നാൽ വിച്ഛേദിക്കുക, വേർതിരിക്കുക, ഇതൊക്കെയാണ് അർത്ഥം. ഷീ കട്ട് ഓഫ് എന്താണ്, ആ സ്ത്രീ എന്താണ്, വിച്ഛേദിച്ചു, ദ ടിപ്പ് ഓഫ് ദ ബേർഡ്സ് ടങ്. ടിപ്പ് എന്നാൽ മുട്ട് എന്നാണ് അർത്ഥം, മുന, അറ്റം. വിത്ത് സിസേഴ്സ്, സിസേഴ്സ് എന്നാൽ കത്രിക, കത്രിക കൊണ്ട് എന്താണ് ആ പക്ഷിയുടെ നാവിൻ തുമ്പ് ആ സ്ത്രീ മുറിച്ചു മാറ്റി. ഷീ ദെൻ വാൺ, അവൾ ശേഷം മുന്നറിയിപ്പ് നൽകി, താക്കീത് നൽകി. നൗ ഗോ, ഇപ്പോൾ പോകുക. ആൻഡ് ഡോണ്ട് യു ഡയർ കം ബാക്ക്, നീ തിരിച്ചു വരാൻ ധൈര്യപ്പെടുന്നുണ്ടോ, എന്താണ്, തിരിച്ചു വരാൻ ധൈര്യപ്പെടരുത്, എന്താണ്, നീ ഇപ്പോൾ പോകുക. ഷീ ദെൻ വാൺ, എന്താണ്, താക്കീത് നൽകി, ഇത് പറഞ്ഞുകൊണ്ട് അവൾ താക്കീത് നൽകി. വെൻ ദ ഓൾഡ് ഫാർമർ റിട്ടേൺഡ്, ആ പ്രായമായ കർഷകൻ തിരിച്ചു വന്നപ്പോൾ, ഹി വാസ് വെരി സാഡ് ആൻഡ് ആംഗ്രി വിത്ത് ഹിസ് വൈഫ്. ഹി വാസ് വെരി സാഡ്, അദ്ദേഹം വളരെ ദുഃഖിതനായി, ആൻഡ് ആംഗ്രി, ദേഷ്യപ്പെടുകയും ചെയ്തു, വിത്ത് ഹിസ് വൈഫ്, അദ്ദേഹത്തിൻ്റെ ഭാര്യയോട്, എന്താണ്, അദ്ദേഹം ദേഷ്യപ്പെടുകയും ചെയ്തു. അദ്ദേഹം വളരെ ദുഃഖിതനായിരുന്നു അദ്ദേഹം തിരിച്ചു വന്ന സമയത്ത്. ദ ഫാർമർ സെഡ്, കർഷകൻ പറഞ്ഞു, യു നോ ഹൗ മച്ച് ഐ കെയർഡ് ഫോർ മൈ സ്പാരോ. ഞാൻ എൻ്റെ കുരുവിയെ എത്രമാത്രം പരിചരിച്ചിരുന്നു എന്ന് നിനക്ക് അറിയാമോ. വൈ ഡിഡ് യു ചേസ് ഇറ്റ് അവേ ഫ്രം അവർ ഹോം. ചേസ് അവേ എന്നാൽ പറഞ്ഞയക്കുക എന്നുള്ളതാണ്, അതായത് ആട്ടി അയക്കുക. വൈ ഡിഡ് യു ചേസ് ഇറ്റ് അവേ ഫ്രം അവർ ഹോം, നമ്മുടെ വീട്ടിൽ നിന്നും എന്തുകൊണ്ടാണ് നീ അതിനെ ഇറക്കി വിട്ടത്, നീ അതിനെ പറത്തിവിട്ടത്. ദ ടു ക്വാറൽഡ് ഫാർ ഇൻ ടു ദ നൈറ്റ്. ദ ടു, ആ രണ്ടു പേരും, ക്വാറൽ എന്നാൽ വഴക്കിടുക എന്നാണ് അർത്ഥം, കലഹിക്കുക. ക്വാറൽഡ്, കലഹിച്ചു. ദ ടു ക്വാറൽഡ്, രണ്ടുപേരും കലഹിച്ചു. ഫാർ ഇൻ ടു ദ നൈറ്റ്, രാത്രി ഒരുപാട് സമയത്തോളം, എന്താണ്, ഒരുപാട് സമയമാകുന്നതുവരെ, രാത്രി ഒരുപാട് സമയത്തോളം അവർ ആ രണ്ടുപേരും കലഹിച്ചു. ദ മാൻ ഹാഡ് നോ ചിക്സ് ഓർ ചിൽഡ്രൻ ടു ചിയർ ഹിസ് സാഡ് ഹാർട്ട്. ദ മാൻ ഹാഡ് നോ, ആ പുരുഷന് ഇല്ലായിരുന്നു. ചിക്സ് എന്നാൽ കോഴിക്കുഞ്ഞ് എന്നുള്ള അർത്ഥമുണ്ട്, കൊച്ചു പക്ഷികൾ, കിടാവ്, ഉണ്ണി, ഇതൊക്കെയാണ് അർത്ഥം. അതൊന്നും അദ്ദേഹത്തിന് ഇല്ലായിരുന്നു. ഓർ ചിൽഡ്രൻ, അതുപോലെ കുട്ടികളും ഇല്ലായിരുന്നു. ടു ചിയർ ഹിസ് സാഡ് ഹാർട്ട്. ചിയർ എന്നാൽ ഇവിടെ സന്തോഷിപ്പിക്കുക എന്നുള്ള അർത്ഥമാണ്. അദ്ദേഹത്തെ ആശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട്, എന്താണ്, അദ്ദേഹത്തിൻ്റെ ദുഃഖിതമായിട്ടുള്ള ഹൃദയത്തെ ആശ്വസിപ്പിക്കാൻ അദ്ദേഹത്തിന് കുട്ടികളോ മറ്റു പക്ഷിക്കുഞ്ഞുങ്ങളോ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല. സെവറൽ മന്ത്സ് ലേറ്റർ, ഒരുപാട് മാസങ്ങൾക്ക് ശേഷം, ദ ഓൾഡ് ഫാർമർ വാസ് അപ്പ് ഇൻ ദ മൗണ്ടൻസ്. മൗണ്ടൻസ് എന്നാൽ പർവ്വതങ്ങൾ, അദ്ദേഹം പർവ്വതങ്ങൾക്ക് മുകളിലായിരുന്നു. ഹി സോ ഹിസ് സ്പാരോ, അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കുരുവിയെ കണ്ടു. ഹു ചേർപ്ഡ് ഹലോ. ചേർപ്പ് എന്നാൽ ചിലയ്ക്കുക എന്നുള്ള അർത്ഥമാണ്. ഹു ചേർപ്ഡ് ഹലോ, എന്താണ്, ആ കുരുവി ചിലയിച്ചു, ഹലോ. ഇറ്റ് ഹാഡ് എ വൈഫ് ആൻഡ് ടു ഡോട്ടേഴ്സ്. ഇറ്റ് ഹാഡ്, അതിന് ഉണ്ടായിരുന്നു, ആ കുരുവിക്ക് ഉണ്ടായിരുന്നു, എ വൈഫ് ആൻഡ് ടു ഡോട്ടേഴ്സ്, ഒരു ഭാര്യയും രണ്ട് പെൺമക്കളും, എന്താണ്, ആ കുരുവിക്ക് ഉണ്ടായിരുന്നു. ദേ ലീവ്ഡ് ഇൻ എ ബാംബു ഹൗസ് ഇൻ ദ മിഡിൽ ഓഫ് എ ഗാർഡൻ. ദേ ലീവ്ഡ്, അവർ ജീവിച്ചിരുന്നത്, ഇൻ എ ബാംബു ഹൗസ്. ബാംബു ഹൗസ് എന്നാൽ മുളവീട്, ഒരു മുളവീടിലായിരുന്നു അവർ ജീവിച്ചിരുന്നത്. ഇൻ ദ മിഡിൽ ഓഫ് എ ഗാർഡൻ. ഗാർഡൻ എന്നാൽ പൂന്തോട്ടം, മിഡിൽ എന്നാൽ നടുവിൽ, മധ്യത്തിലായിട്ട്, എന്താണ്. ദേ ലിവ്ഡ് ഇൻ എ ബാംബു ഹൗസ് ഇൻ ദ മിഡിൽ ഓഫ് എ ഗാർഡൻ, ഒരു പൂന്തോട്ടത്തിലെ നടുവിലായിട്ട്, അതിൻ്റെ മധ്യഭാഗത്തായിട്ട് ഒരു മുളവീടിലായിരുന്നു അവർ ജീവിച്ചിരുന്നത്. ദ സ്പാരോ ടുക്ക് ദ ഓൾഡ് മാൻ ടു ഹിസ് ഹൗസ്.
ദ സ്പാരോ ടുക്ക് ദ ഓൾഡ് മാൻ. ആ പ്രായമായ മനുഷ്യനെ ആ കുരുവി കൊണ്ടുപോയി. ടുക്ക് എന്നാൽ കൊണ്ടുപോയി. ടു ഹിസ് ഹൗസ്, അവൻ്റെ വീട്ടിലേക്ക്, ആ കുരുവിയുടെ വീട്ടിലേക്ക് ആ പ്രായമായ മനുഷ്യനെ ആ കുരുവി കൊണ്ടുപോയി. ആൻഡ് ഓഫേർഡ് ഹിം ക്യാൻഡി ആൻഡ് കസ്റ്റാർഡ് ടു ഈറ്റ് ആൻഡ് സെവറൽ കപ്സ് ഓഫ് ടീ ടു ഡ്രിങ്ക്. ആ കുരുവി അവൻ്റെ വീട്ടിലേക്ക് അദ്ദേഹത്തെ കൊണ്ടുപോയി. ആൻഡ് ഓഫേർഡ് എന്നിട്ട് നൽകി. ഹിം അദ്ദേഹത്തിന്. ഓഫേർഡ് ഹിം അദ്ദേഹത്തിന് നൽകി. ക്യാൻഡി എന്നാൽ കൽക്കണ്ടം, മധുര പലഹാരം, മിഠായി, ഇതൊക്കെയാണ് അർത്ഥം. കസ്റ്റേർഡ് എന്നാൽ പാലും മുട്ടയും ചേർത്തുണ്ടാക്കുന്ന പലഹാരം. പാലും മുട്ടയും ചേർത്തുണ്ടാക്കുന്ന പലഹാരവും അതുപോലെ മിഠായികളും ആ കുരുവി അദ്ദേഹത്തിന് നൽകി. എന്തിന്? ടു ഈറ്റ്, ഭക്ഷിക്കാൻ വേണ്ടി. ആൻഡ് സെവറൽ കപ്സ് ഓഫ് ടീ ടു ഡ്രിങ്ക്, കുടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ചായയും നൽകി. ഇറ്റ് ബ്രോട്ട് ഔട്ട് 2 baskets, one heavy and other light. ഇറ്റ് ബ്രോട്ട്, അത്, ഇറ്റ് എന്നാൽ അത്, ആ കുരുവി, ബ്രോട്ട് കൊണ്ടുവന്നു. ബ്രിങ് എന്നതിൻ്റെ പാസ്റ്റാണ് ബ്രോട്ട്. ബ്രിങ് എന്നാൽ കൊണ്ടുവരിക, അതിൻ്റെ പാസ്റ്റാണ് ബ്രോട്ട്. കൊണ്ടുവന്നു. ബ്രോട്ട് ഔട്ട് പുറത്തേക്ക് കൊണ്ടുവന്നു. 2 baskets 2 കുട്ടകൾ. 1 heavy 1 ഭാരമുള്ളത്. ആൻഡ് അതർ ലൈറ്റ്. ലൈറ്റ് എന്നാൽ നേരിയ എന്നുള്ള അർത്ഥം. ഇവിടെ ഭാരമില്ലാത്ത എന്നുള്ള അർത്ഥമാണ്. ഭാരമില്ലാത്ത ഒരു കൊട്ടയും അതുപോലെ നല്ല ഭാരമുള്ള ഒരു കൊട്ടയും ആ കുരുവി പുറത്തേക്ക് കൊണ്ടുവന്നു. ഇറ്റ് ആസ്ക്ഡ് ദ ഓൾഡ് മാൻ ടു അക്സെപ്റ്റ് 1 ആസ് എ പാർട്ടിംഗ് ഗിഫ്റ്റ്. ഇറ്റ് ആസ്ക്ഡ് അത് ആവശ്യപ്പെട്ടു. ആ കുരുവി, ദ ഓൾഡ് മാൻ ആ പ്രായമായ മനുഷ്യനോട് ആവശ്യപ്പെട്ടു. ടു അക്സെപ്റ്റ് സ്വീകരിക്കാൻ വേണ്ടിയിട്ട്. 1 ആസ് എ പാർട്ടിംഗ് ഗിഫ്റ്റ്. പാർട്ടിംഗ് ഗിഫ്റ്റ് എന്നാൽ യാത്ര പുറപ്പെടുമ്പോൾ, വിട്ടുപോകുമ്പോൾ നൽകുന്ന ഒരു സമ്മാനം. ആ സമ്മാനമായിട്ട്, പാർട്ടിംഗ് ഗിഫ്റ്റായിട്ട് അത് സ്വീകരിക്കാൻ വേണ്ടിയിട്ട് ആ കുരുവി അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടു. ആസ് എന്നാൽ ആയിട്ട് എന്നുള്ള അർത്ഥമാണ്. 1 ആസ് എ പാർട്ടിംഗ് ഗിഫ്റ്റ് അതിലൊന്ന് ഒരു പാർട്ടിംഗ് ഗിഫ്റ്റ് ആയിട്ട് സ്വീകരിക്കാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെട്ടു. ദ ഓൾഡ് മാൻ വാസ് നോട്ട് ഗ്രീഡി. ഗ്രീഡി എന്നാൽ ആർത്തിയുള്ള എന്നുള്ള അർത്ഥമാണ്. ദ ഓൾഡ് മാൻ വാസ് നോട്ട് ഗ്രീഡി ആ പ്രായമായ മനുഷ്യൻ ആർത്തിയുള്ളവനായിരുന്നില്ല. ഹി ചോസ് ദ ലൈറ്റ് വൺ ആൻഡ് ടുക്ക് ലീവ് ഓഫ് ഹിസ് ഹോസ്റ്റ് ആൻഡ് റിട്ടേൺ ഹോം. ഹി ചോസ് അദ്ദേഹം തിരഞ്ഞെടുത്തു. ദ ലൈറ്റ് വൺ ആ ഭാരം കുറഞ്ഞതൊന്ന്, ആ 2 കൊട്ടകളിൽ ആ ഭാരം കുറഞ്ഞ കൊട്ട അദ്ദേഹം തിരഞ്ഞെടുത്തു. ആൻഡ് ടുക്ക് ലീവ് ഓഫ് ഹിസ് ഹോസ്റ്റ് ആൻഡ് റിട്ടേൺ ഹോം അദ്ദേഹം യാത്ര പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് തിരിച്ചു. ഹി ടോൾഡ് ഹിസ് വൈഫ് അബൌട്ട് ഹിസ് അഡ്വഞ്ചർ. അഡ്വഞ്ചർ എന്നാൽ സാഹസകൃത്യം എന്നുള്ള അർത്ഥമാണ്, സാഹസം. ഹി ടോൾഡ് അദ്ദേഹം പറഞ്ഞു, ഹിസ് വൈഫ് അദ്ദേഹത്തിൻ്റെ ഭാര്യയോട്, അബൌട്ട് ഹിസ് അഡ്വഞ്ചർ അദ്ദേഹത്തിൻ്റെ സാഹസകൃത്യത്തെ പറ്റിയിട്ട് അദ്ദേഹത്തിൻ്റെ ഭാര്യയോട് പറഞ്ഞു. മറ്റൊരർത്ഥം അഡ്വഞ്ചർ എന്നുള്ളതിന് അപ്രതീക്ഷിതമോ സ്തോഭജനകമോ ആയ സംഭവം, ആകസ്മിക സംഭവം, വീരസാഹസ പ്രവൃത്തി, ഇതൊക്കെയാണ് അർത്ഥം. അദ്ദേഹത്തിൻ്റെ ഈ സംഭവത്തെ പറ്റിയിട്ട്, അദ്ദേഹത്തിനുണ്ടായ ഈ ആകസ്മിക സംഭവത്തെപ്പറ്റി അദ്ദേഹത്തിൻ്റെ ഭാര്യയോട് പറഞ്ഞു. ദേ ഓപ്പൺഡ് ദ ബോക്സ് അവർ ആ പെട്ടി തുറന്നു. It contained a purse that was full of money and so many jewels. It contained. Contain എന്നാൽ അടങ്ങിയിരിക്കുന്ന എന്നുള്ള അർത്ഥമാണ്, ഉൾക്കൊള്ളുക. It contained അതിൽ ഉൾക്കൊണ്ടിട്ടുണ്ടായിരുന്നത് a purse ഒരു പേഴ്സ് എന്നാൽ സഞ്ചി, ഒരു സഞ്ചിയായിരുന്നു. That was full of money അതിൽ മുഴുവൻ പണമായിരുന്നു. And so many jewels. ജ്വൽ എന്നാൽ രത്നം, ജ്വൽസ് രത്നങ്ങൾ. സോ മെനി ജ്വൽസ് ഒരുപാട് രത്നങ്ങളായിരുന്നു ആ പേഴ്സിനകത്ത് ഉണ്ടായിരുന്നത്. ദേ ബിക്കെയിം റിച്ച്. ദേ അവർ, ബിക്കം എന്നാൽ ആയിത്തീരുക, അതിൻ്റെ പാസ്റ്റാണ് ബിക്കെയിം. ദേ ബിക്കെയിം റിച്ച് അവർ ധനികരായി തീർന്നു. ദ ഓൾഡ് വുമൺ ഓൾസോ ഡിസൈഡഡ് ടു ഗോ ടു ദ സ്പാരോ ടു ഗെറ്റ് എ പ്രസൻറ്റ്. ദ ഓൾഡ് വുമൺ ഓൾസോ ആ പ്രായമായ സ്ത്രീയും അദ്ദേഹത്തിൻ്റെ ഭാര്യയും ഡിസൈഡഡ് തീരുമാനിച്ചു. അദ്ദേഹത്തിൻ്റെ പ്രായമായിട്ടുള്ള ഭാര്യയും തീരുമാനിച്ചു. ഡിസൈഡഡ് എന്നാൽ തീരുമാനിച്ചു. ടു ഗോ ടു ദ സ്പാരോ ആ കുരുവിയുടെ അടുത്തേക്ക് പോകാൻ തീരുമാനിച്ചു. ടു ഗെറ്റ് എ പ്രസൻറ്റ് എന്നാൽ ഇവിടെ സമ്മാനം, ഒരു സമ്മാനം ആ കുരുവിയുടെ അടുക്കൽ നിന്നും വാങ്ങാൻ വേണ്ടിയിട്ട് പോകാൻ ആ പ്രായമായ സ്ത്രീയും തീരുമാനിച്ചു.
The sparrow family was not pleased to see the cruel woman. The sparrow family, ആ കുരുവിയുടെ കുടുംബം, വാസ് നോട്ട് പ്ലീസ്ഡ്, സന്തോഷത്തിലായില്ല, ടു സീ ദ ക്രൂവൽ വുമൺ, ആ ക്രൂരയായിട്ടുള്ള സ്ത്രീയെ കണ്ടപ്പോൾ ആ കുരുവിയുടെ കുടുംബം സന്തോഷമായില്ല, അവർ സന്തോഷത്തിലായില്ല. They knew what she had come for. They knew, അവർക്ക് അറിയുമായിരുന്നു, what she had come for, അവൾ എന്തിനാണ് ആ സ്ത്രീ വന്നിട്ടുണ്ടായിരുന്നത് എന്ന് അവർക്ക് അറിയുമായിരുന്നു. The sparrow asked the woman, ആ കുരുവി ആ സ്ത്രീയോട് ചോദിച്ചു, which basket would you like, ഏത് കുട്ടയാണ് നിങ്ങൾ ഇഷ്ടപ്പെടുന്നത്, നിങ്ങൾ എടുക്കാൻ താല്പര്യപ്പെടുന്നത്. which basket would you like, ഏത് കൊട്ടയാണ് നിങ്ങൾ താല്പര്യപ്പെടുന്നത്. She chose the heavy one and returned to her cottage very excitedly. She chose, അവൾ തിരഞ്ഞെടുത്തു, the heavy one, ആ ഭാരമുള്ള കുട്ട അവൾ തിരഞ്ഞെടുത്തു, and returned, എന്നിട്ട് തിരിച്ചുപോയി, to her cottage, അവളുടെ കുടിലിലേക്ക് തിരിച്ചുപോയി, very excitedly, വളരെ സംഭ്രമത്തോടെ, അവളുടെ കുടിലിലേക്ക് തിരിച്ചുപോയി. She tore off the lid. Tear off എന്നതിൻ്റെ പാസ്റ്റാണ് tore off. Tear off എന്നാൽ കീറിക്കളയുക എന്നുള്ള അർത്ഥമാണ്. ലിഡ് എന്നാൽ അടപ്പ്. She tore off the lid. അവൾ ആ മൂടി, അതിൻ്റെ മൂടി, ആ കൊട്ടയുടെ മൂടി കീറിക്കളഞ്ഞു. But instead of jewels, പക്ഷേ രത്നങ്ങൾക്ക് പകരമായി, instead of എന്നാൽ പകരമായി എന്നാണ് അർത്ഥം. But instead of jewels, ആ രത്നങ്ങൾക്ക് പകരമായി, a group of giant wasps flew out and stung her. A group of giant wasp. Wasp എന്നാൽ കടന്നൽ എന്നുള്ള അർത്ഥമാണ്. ഒരു തരം വണ്ട്, ഇതൊക്കെയാണ് അർത്ഥം. പ്രാണി. ജയൻ്റ് എന്നാൽ വലിയ ഒരു കൂട്ടം കടന്നലുകൾ ഫ്ലൂ ഔട്ട്, പുറത്തേക്ക് പറന്നു വന്നു. ഫ്ലൂ ഔട്ട് എന്നാൽ പുറത്തേക്ക് പറന്നു വന്നു. ആൻഡ് സ്റ്റങ് ഹർ, സ്റ്റങ് എന്നാൽ കുത്തുക എന്നുള്ള അർത്ഥമാണ്. സ്റ്റങ് ഹർ, അവളെ കുത്തി. സ്റ്റിങ് എന്നതിൻ്റെ പാസ്റ്റാണ് സ്റ്റങ്. സ്റ്റിങ് എന്നാൽ കുത്തുക, കടിക്കുക, ഇതൊക്കെയാണ് അർത്ഥം. അതിൻ്റെ പാസ്റ്റാണ് സ്റ്റങ്, കുത്തി. സ്റ്റങ് ഹർ, അവളെ കുത്തി. ഷീ ഡൈഡ്, അവൾ മരണപ്പെട്ടു. ദ ഓൾഡ് ഫാർമർ, ആ പ്രായമായ കർഷകൻ. എ വെൽത്തി വിഡോവർ. വിഡോവർ എന്നാൽ ഭാര്യ മരിച്ചിട്ടും പുനർവിവാഹം ചെയ്യാത്തയാൾ എന്നാണ് അർത്ഥം. വിതുരൻ, മറ്റൊരർത്ഥം വിഭാര്യൻ എന്നുള്ള അർത്ഥമാണ്. എ വെൽത്തി വിഡോവർ, ഒരു ധനികനായിട്ടുള്ള വിഭാര്യൻ, ഭാര്യ മരിച്ചിട്ടും പുനർവിവാഹം ചെയ്യാത്ത ആൾ. അഡോപ്റ്റഡ്, എ സൺ ടു കംഫേർട്ട് ഹിം ഇൻ ഓൾഡ് ഏജ്. അഡോപ്റ്റ് എന്നാൽ ദത്തെടുക്കുക എന്നുള്ള അർത്ഥമാണ്. അഡോപ്റ്റഡ്, ദത്തെടുത്തു. എ സൺ, ഒരു മകനെ ദത്തെടുത്തു. ടു കംഫേർട്ട് ഹിം ഇൻ ഓൾഡ് ഏജ്. കംഫേർട്ട് എന്നാൽ ഇവിടെ സുഖം നൽകുക, സന്തോഷിപ്പിക്കുക, ഇതൊക്കെയാണ് അർത്ഥം. ഇൻ ഓൾഡ് ഏജ് എന്നാൽ വാർദ്ധക്യകാലത്ത് അദ്ദേഹത്തിന് സുഖം നൽകാൻ വേണ്ടി, അദ്ദേഹത്തെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഒരു മകനെ ദത്തെടുത്തു. ഹി ഓൾവേസ് പോയിൻറ്റഡ് ഔട്ട് ടു ദ ബോയ് ദ ഡേഞ്ചേഴ്സ് ഓഫ് ഗ്രീഡ്. ഹി ഓൾവേസ്, അദ്ദേഹം എപ്പോഴും. പോയിൻറ്റഡ് ഔട്ട്, പോയിൻ്റ് ഔട്ട് എന്നാൽ ചൂണ്ടിക്കാണിക്കുക എന്നുള്ള അർത്ഥമാണ്. പോയിൻറ്റഡ് ഔട്ട്, അദ്ദേഹം ചൂണ്ടിക്കാണിക്കുമായിരുന്നു, അല്ലെങ്കിൽ അദ്ദേഹം പറയുമായിരുന്നു എന്ത്, ടു ദ ബോയ്, ആ ആൺകുട്ടിയോട്, ദ ഡേഞ്ചർ ഓഫ് ഗ്രീഡ്, അത്യാർത്തിയുടെ അപകടങ്ങളെക്കുറിച്ചിട്ട് അദ്ദേഹം എപ്പോഴും ചൂണ്ടിക്കാണിക്കുമായിരുന്നു. മോറൽ, ഗുണപാഠം, ഈ കഥയിൽ നിന്നും പഠിക്കാനുള്ള പാഠം. ട്രീറ്റ് അതേഴ്സ് വിത്ത് കൈൻഡ്നെസ്, നോട്ട് ക്രൂവൽറ്റി, ഫോർ ഗുഡ്നെസ് ബ്രിങ്സ് ഹാപ്പിനെസ്. ട്രീറ്റ് അതേഴ്സ് വിത്ത് കൈൻഡ്നെസ്. ട്രീറ്റ് അതേഴ്സ് വിത്ത് കൈൻഡ്നെസ്, മറ്റുള്ളവരോട് വളരെ നല്ല രീതിയിൽ ഇടപെടുക. കൈൻഡ്നെസ് എന്നാൽ ദയാലുത്വത്തോടെ, നല്ല ദയയുള്ളവരായിക്കൊണ്ട് മറ്റുള്ളവരോട് പെരുമാറുക. നോട്ട് ക്രൂവൽറ്റി, ക്രൂരതയോടെയല്ല. ഫോർ ഗുഡ്നെസ് ബ്രിങ്സ് ഹാപ്പിനെസ്, നല്ല കാര്യങ്ങൾ, നല്ല പ്രവൃത്തികൾ സന്തോഷം കൊണ്ടുവരും. മറ്റുള്ളവരോട് നല്ല രീതിയിൽ പെരുമാറുക, അതുപോലെ ക്രൂരന്മാരായിരിക്കരുത്. അങ്ങനെയാണെങ്കിൽ നല്ല കാര്യങ്ങൾ നമുക്ക് വരും, സന്തോഷമുള്ള കാര്യങ്ങൾ നമ്മുടെ അടുത്തേക്ക് വരും.